മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മലകയറ്റത്തിനിടെ 2 പേർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം വിശ്വാസി സമൂഹത്തിൽ വലിയ ഞെട്ടലും ആശങ്കയും സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു ദേവസ്വം ഗാർഡും അയ്യപ്പനെ കാണാനെത്തിയ യുവ തീർത്ഥാടകനുമാണ് ജീവൻ വെടിഞ്ഞത്. പുണ്യപാദങ്ങളിലേക്ക് നടന്നെടുത്ത ഭക്തർക്ക് ഈ വാർത്ത ആഘാതമായി മാറിയിരിക്കുന്നു. മരിച്ചവരിൽ ഒരാൾ കൊല്ലം ചെപ്ര സ്വദേശിയായ ഗോപകുമാറാണ്. ശബരിമലയിൽ താൽക്കാലിക ദേവസ്വം ഗാർഡായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. മരക്കൂട്ടം എന്ന സ്ഥലത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് സന്നിധാനത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് ഗോപകുമാർ കുഴഞ്ഞു വീണത്. വർഷങ്ങളായി ശബരിമല സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന ഗോപകുമാറിന്റെ മരണം സഹപ്രവർത്തകരിലും ഭക്തരിലും വലിയ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ വ്യക്തമല്ല. രണ്ടാമത്തെ മരണം കർണാടക രാമനഗർ സ്വദേശിയായ പ്രജ്വൽ എന്ന യുവ തീർത്ഥാടകന്റെയാണ്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള മലകയറ്റത്തിനിടെ കാനനപാതയിലെ ഷെഡ് നമ്പർ 5-ൽ വെച്ചാണ് പ്രജ്വൽ കുഴഞ്ഞു വീണത്. അയ്യപ്പ ദർശനത്തിനായുള്ള ആവേശത്തിൽ മല കയറിയെത്തിയ ഒരു യുവജീവൻ പൊലിഞ്ഞത് ദാരുണമായ കാഴ്ചയായി. പ്രജ്വൽ ആരോഗ്യവാനായിരുന്നുവോ അല്ലെങ്കിൽ മലകയറ്റത്തിന്റെ ആയാസം മരണത്തിലേക്ക് നയിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ഇരുവരെയും കുഴഞ്ഞു വീണ ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്നവരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പമ്പയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അടിയന്തര വൈദ്യസഹായം ലഭ്യമായിട്ടും ജീവൻ രക്ഷിക്കാൻ കഴിയാത്തത് ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള മുഴുവൻ ചെലവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതൊരു ആശ്വാസമാണെങ്കിലും 2 ജീവനുകൾ പൊലിഞ്ഞതിന്റെ ആഘാതം ദേവസ്വം ബോർഡിനും സർക്കാരിനും വലിയ വെല്ലുവിളിയാണ് തരുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് അടിയന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനം ശാരീരികമായി വെല്ലുവിളി നിറഞ്ഞതാണ്. കഠിനമായ മലകയറ്റം, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തിരക്ക് എന്നിവയെല്ലാം തീർത്ഥാടകരുടെ ആരോഗ്യത്തിന് വെല്ലുവിളിയാകാം. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നത്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകത ഉയർന്നിട്ടുണ്ട്. സമഗ്രമായ ആരോഗ്യ പരിശോധന ഉണ്ടാകണം. മല കയറാൻ തുടങ്ങുന്നതിന് മുൻപ് പ്രത്യേകിച്ച് പ്രായമായവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഒരു പ്രാഥമിക ആരോഗ്യ പരിശോധന നിർബന്ധമാക്കുന്നത് പരിഗണിക്കാവുന്നതാണ്. ഇത് അമിതമായ ആയാസം ഒഴിവാക്കാൻ സഹായിച്ചേക്കും. കൂടുതൽ മെഡിക്കൽ പോയിന്റുകൾ ഉണ്ടാവണം. കാനനപാതയിൽ പ്രത്യേകിച്ച് മരക്കൂട്ടം, ശരംകുത്തി, അപ്പാച്ചിമേട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതൽ മെഡിക്കൽ എയ്ഡ്സ് പോയിന്റുകളും ആംബുലൻസ് സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. മലകയറ്റത്തിനിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ശുദ്ധമായ കുടിവെള്ളം എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാക്കുകയും വേണം. മല കയറുന്നതിന് മുൻപ് തീർത്ഥാടകർക്ക്, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആവശ്യമായ മുന്നറിയിപ്പുകളും ആരോഗ്യ നിർദ്ദേശങ്ങളും നൽകണം. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചും അമിതമായി ആയാസപ്പെടരുതെന്നതിനെക്കുറിച്ചും അവബോധം നൽകാം. പോലീസിന്റെ സുരക്ഷാ ജീവനക്കാരുടെ പരിശീലനം ഉണ്ടായിരിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ച് സുരക്ഷാ ജീവനക്കാർക്ക് മികച്ച പരിശീലനം നൽകണം. ശബരിമല തീർത്ഥാടനത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തീർത്ഥാടകർ മരണപ്പെടുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഓരോ തീർത്ഥാടന കാലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. എന്നാൽ 2 ജീവനുകൾ ഒരേ ദിവസം പൊലിഞ്ഞത് വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ഇത്തരം സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് പരമപ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പുതിയ നയങ്ങൾ രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പുണ്യപാദങ്ങൾ തേടിയുള്ള ഭക്തർക്ക് സുരക്ഷിതമായ ഒരു തീർത്ഥാടന അനുഭവം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. ഈ സംഭവങ്ങൾ തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാറണം. അല്ലാത്തപക്ഷം ഈ പുണ്യസ്ഥലം ഭക്തർക്ക് നൽകുന്ന ആത്മീയ സംതൃപ്തിക്കപ്പുറം ആശങ്കകൾക്ക് വഴിവെച്ചേക്കാം.